56-ാമത്തേത് ഭാഷ ക്രമത്തിൽ 56-ാമത്തെ പേജിലാണ്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ പീഡാനുഭവത്താലേ വഴിതെറ്റിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച മശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ പീഡാനുഭവത്താലേ വഴിതെറ്റിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച മശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ പീഡാനുഭവത്താലേ വഴിതെറ്റിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച മശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. നിന്റെ പിതാവിന് ബഹുമാനവും പരിശുദ്ധ റൂഹായിക്ക് വന്ദനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാപികളായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണകളും ഉണ്ടായിരിക്കണമേ. മേലുള്ള യെരൂശലേമിന്റെ വാതിലുകൾ തുറന്ന് മശിഹായേ, നിന്റെ സിംഹാസനത്തിന് മുൻപാകെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രവേശിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രാജ്യവും ശക്തിയും മഹത്വവും ദുഷ്ടന്മാർ തന്നെ കൊലയ്ക്കായി കൊണ്ടുപോകുമ്പോൾ തന്റെ താഴ്മയാൽ ശാന്തമായി മിണ്ടാതിരിക്കുകയും തന്റെ യാഗത്താൽ ലോകത്തിന്റെ പാപം പരിഹരിക്കുകയും ചെയ്ത കളങ്കമറ്റ കുഞ്ഞാടായ മശിഹാ തമ്പുരാനെ, നിന്റെ ജീവപ്രദമായ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സാദൃശ്യം ധരിപ്പാനും ഞങ്ങളുടെ കർത്താവും ദൈവമേ സ്തോത്ര സ്വരങ്ങളാൽ നിനക്ക് യാഗം അർപ്പിക്കുവാനും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസത്തിൽ സന്തോഷിപ്പാനും എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഹോശോ ാം സങ്കീർത്തനം 6-ാമത്തെ. ദൈവമേ, നിന്റെ കൃപപ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണകളുടെ വ്യക്തപ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, തിന്മകൾ ഞാൻ ചെയ്തു. നിന്റെ സോപ്പാ കൊണ്ട് എന്റെ മേൽ തളിക്കണമേ. ഞാൻ നിർമ്മലനാകും, അതിനാൽ എന്നെ നീ വിളിപ്പിക്കണമേ. ഉറച്ചുമഞ്ഞിനേക്കാൾ ഞാൻ പെൺമേളുവനാകും. എന്റെ പാപങ്ങൾ നിന്റെ മുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായോ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. സ്ഥിരമായുള്ള ഒരാത്മാവിനെ എന്റെ ഉള്ളിൽ പുതുക്കണമേ. നിന്റെ സന്നിധി തന്നെ തള്ളിക്കളയരുത്, നിന്റെ വിശുദ്ധ എടുത്തു കളയരുത്. നിന്റെ രക്ഷയുമാനെന്നും എനിക്ക് ധരിച്ചു തരണമേ. മഹത്വമുള്ള റൂഹ എന്നെ താങ്ങുമാറാകണമേ. കർത്താവേ, തുറക്കണമേ. എന്റെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ പീഡാനുഭവത്താൽ പാപവികാരങ്ങളുടെ ആധിക്യം ഞങ്ങളിൽ നിന്ന് മായ്ച്ചു കളഞ്ഞവരായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളെ രക്ഷയ്ക്കായി വരികയും വഴിതെറ്റിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തവനായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ വഞ്ചിക്കുന്ന ദുഷ്ടനെ താഴ്ത്തുകയും കുനിഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ തലകൾ ഉയർത്തുകയും ചെയ്തവനായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഉണർന്ന് പ്രാർത്ഥിപ്പിന്ന് തന്റെ ശിഷ്യന്മാരുടെ അല്ലി ചെയ്തവനായ ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ പീഡാനുഭവത്താൽ തിരുസഭയെ വീണ്ടെടുത്ത ഞങ്ങളുടെ രക്ഷിതാവായ മെസ്സിയായേ, ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായ സത്യേക ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്നെ ഞാൻ നോക്കി വിളിച്ചോ, എന്നോട് ഉത്തരമറിയണമേ. കർത്താവേ, ഞാൻ നിന്റെ അടുക്കൽ നിലവിളിച്ചു. കർത്താവേ, ജീവനുള്ളവരുടെ ദേശത്ത് എന്റെ പ്രത്യാശയും എന്റെ ഓഹരിയും നീയാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. നിന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും എന്റെ വഴികൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികളെ ആചരിക്കുമെന്ന് ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. കർത്താവേ, ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു. എന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, എന്റെ വായിലെ വചനങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെട്ട് നിന്റെ ന്യായങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ശക്തിപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് എന്നേക്കും കർത്താവാകുന്നു. ദൈവമേ, സ്തുതിയോഗ്യമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശ്വസ്ത സഭയെ സ്വപ്നസാ താണുവരികയും വഞ്ചനയിൽ നിന്ന് നിന്നെ രക്ഷിക്കുകയും ചെയ്തതിന്റെ ദാതനായ മെസ്സിയായ്ക്ക് സ്തോത്രം ചെയ്യുക. തന്റെ കഷ്ടത കൊണ്ടും മരണം കൊണ്ടും ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളുടെ രക്ഷിതാവായ മെസ്സിയാ തമ്പുരാനെ, നിന്റെ താഴ്മയ്ക്കായ നിനക്ക് സ്തോത്രം. നിന്നെ അയച്ച പിതാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങളുടെ പുത്രിയായ സഭയെ തന്റെ ക്രൂശിനാലും കഷ്ടതയാലും നിന്നെ വിഭാഗത്തിന് പറഞ്ഞ് നിശ്ചയിക്കുകയും തന്റെ മരണം കൊണ്ട് നിന്നെ ജീവിപ്പിക്കുകയും ചെയ്തതിന്റെ ആദ്യജാതന് സ്തുതി പാടുക. സൃഷ്ടികളെ വഹിച്ചിരിക്കുന്നവനും ഞങ്ങളുടെ രക്ഷയ്ക്കായ കുരിശ് മരണം വഹിച്ചവനുമായ മഹാശക്തിന് സ്തുതി. ജാതികളുടെ പുത്രി തന്റെ കഷ്ടപ്പാട് കൊണ്ടും മരണം കൊണ്ടും ക്രൂശ് കൊണ്ടും ശിക്ഷകളെ സ്വതന്ത്രാക്കുക. നിരദാതനായ മെസ്സിയായ്ക്ക് സ്തുതി കരയേറ്റുക. നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും ദേശപുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഫലം തേടി അത്തിവൃക്ഷത്തിന്റെ അടുക്കിലേക്ക് ചെന്നു. ഫലശൂന്യമായി കണ്ട് അതിനെ ഉണക്കിക്കളയുകയും
പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും തള്ളപ്പെടുന്ന സഭയെ ദൃഷ്ടാന്തിരിക്കുകയും ചെയ്തു. അത്ഭുതകരമായ മനുഷ്യസ്നേഹത്തോട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ നിന്റെ ദൈവത്വത്തിന് യോഗ്യമായ ഫലങ്ങൾ നിനക്ക് സമർപ്പിക്കുന്നതിന് വിശുദ്ധ സഭയെ പരിപക്വത ഉള്ളതാക്കി തീർക്കുകയും അതിൻ്റെ കൊമ്പിനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉയർത്തുകയും ചെയ്യണമേ. നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അർപ്പിച്ചു കൊള്ളുന്നു. ഈശനാഥ ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾ സ്നേഹം നിന്മേൽ വച്ചിടുവാൻ കൃപയരുളണമേ. നീജരെ സ്നേഹിച്ചീ ലോകം തന്നിൽ നീചരിൻ വേഷമെടുത്തവതരിച്ചോന്നി നാശത്തിൽ നിന്നീ കുലത്തെ ഉദ്ധരിച്ചിടുവാൻ ക്രൂശിൽ ജീവനെ വെടിഞ്ഞോരു സ്നേഹം ഗ്രഹിച്ചടിയ ഹാലേലൂയ ഹാലേലൂയ ബാറക്കുമോ ശുഭഹോലാബോല ബറോവൽ റൂഹോ കാദീശോ. പാപത്തിനുടെ നാശത്തിൽ വീണവരാം ഞങ്ങളെ താപത്തോടു ദർശിച്ചുടനെ വീണ്ടിടുവാനായി ഏകജാതനാം നിൻ ഓമനയാം സുതനെ ഏകിയോനെ നിൻ സ്നേഹമെമ്മാത്രം അടിയാർ നിന്നുടെ അടിമകളായി സേവ ചെയ്തെന്നും കൃതിമോദത്തോടെ തിരുമുൻപിൽ ജീവിച്ചിടുവാൻ ഹാലേലൂയ അരുൾക നിൻ കൃപയെ നാഥ അനുഗ്രഹിച്ചങ്ങളെ തുണയ്ക്കേണമേ. കർത്താവേ, നിന്റെ ക്രൂശിനാൽ രക്ഷിക്കപ്പെട്ട സഭയുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. നിന്റെ രക്തം കൊടുത്ത് വാങ്ങി ഇടവകയുടെ അപേക്ഷയിൽ പ്രസാദിക്കണമേ. നിന്റെ മരണത്താൽ അഭിമാനം പൂണ്ടവരായ ആടുകളുടെ യാതനകൾ ശ്രദ്ധിക്കണമേ. നിന്റെ മുറിവുകൾ ചുംബിക്കുന്ന മണവാട്ടിയുടെ പ്രാർത്ഥന കേൾക്കുകയും നിന്നിൽ നിന്നകറ്റുന്ന എല്ലാ വികാരങ്ങളിൽ നിന്നും അവളെ രക്ഷിക്കുകയും ചെയ്യണമേ. തിരുസഭ നിന്റെ കഷ്ടതയിൽ കഷ്ടത അനുഭവിക്കുകയും നിന്റെ മഹിമയിൽ മഹിമപ്പെടുകയും നിന്റെ പുനരുദ്ധാനത്തിൽ സന്തോഷിക്കുകയും നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം അർപ്പിക്കുകയും ചെയ്യുവാൻ കൃപയരുളുമാറാകണമേ. ഞങ്ങൾക്കായേറ്റ നിൻ കഷ്ടത താഴ്ച കർത്താവെ വാഴ്ത്ത പെട്ടതാക ആദാമ്യരെ നിൻ ഛായയിലാക്കാൻ നിൻ കൃപ നിന്നെ നിർബന്ധിച്ചു. ഏതാനിലവരെ വരുത്ത അവരിൽ ജഡത്തെ ധരിച്ചും കഷ്ടതയേറ്റും പരവശനായ നാഥാസ്തോത്രം. നിൻകൽപ്പനയെ ലംഘിച്ചവരെ രക്ഷിപ്പാൻ നിൻ മഹത്വം വിട്ടു നീ ദാസനെ പോലവേ താഴ്ത്തി നിന്നെ നിൻ കഷ്ടതയാൽ സ്വതന്ത്രരാവാൻ സ്നേഹത്താൽ നീ ജീവൻ വെടിഞ്ഞു. വിശപ്പോടെ നീയും അത്തി
ഫലം തേടിയെത്തി കണ്ടില്ലേതും ശാപത്ത നീ ഉണക്കിയതിനെ പാഠമാക്കിയുതക്കിന്ന് നാഥ ഞങ്ങളെ ശപിച്ചിടരുതേ. ഇല മാത്രമെന്നേ ഫലമിൽ നിന്തോട്ടത്തിൽ നിന്നിടുന്നയ്യോ വെട്ടുവാൻ ന്യായം ചുറ്റും കിളച്ചും വളമിട്ടും നീ ഫലം കായ്ച്ചിടുവാൻ തുണ ചെയ്യണമേ. നല്ലൊരു ദാദാസ ജീവൻ ഞങ്ങൾ കുണ്ടാവാൻ നീ കഷ്ടത സഹിച്ചദീനാലേ നിനക്കും താതനും വിശുദ്ധാത്മനും എന്നേക്കും സ്തോത്രം ഉണ്ടാക. ആമേൻ. കഷ്ടത സ്കീപ്പ മരണം സഹിപ്പാൻ വന്ന മശീഹ പ്രാർത്ഥന കേട്ടി അരുൾക നിൻ കൃപയെ ഞങ്ങളുടെ മേൽ. ഞങ്ങളുടെ ദൈവമായ സ്വന്ത ജനത്താൽ ത്യജിക്കപ്പെട്ട നല്ലവനേ നീ അവരെ കാൺമാൻ താഴ്ത്തപ്പെട്ടതാൽ നിന്ദ്യനായോ നീതിമാന്നി അക്രമികളിൽ നിന്ന് അപമാനമേറ്റു ശക്തി നടത്താൻ കഴിവുള്ളോൻ നീ ക്ഷമിച്ചവരോട് ദൂഷണം നിന്മേ ചുമത്തിയിട്ടും നീ വെറുത്തില്ലേതോ ഭൂഷണമാക്കി നീ സ്നേഹം വിനയം തിരുമേനി തന്നിൽ നല്ല ഫലങ്ങൾ ലഭിക്കുമെന്നോർത്തു നീ വിശപ്പോടത്തി കൈപ്പേറും കായ്കൾ തന്നവർ നിന്നെ മരത്തിൽ തൂക്കി. ഞങ്ങളുടെ ഊമന്മാരുടെ നാവുകളെ നീ അഴിച്ചു വല്ലോ ആ നാവു കൊണ്ടവർ നിന്നുടെ മുഖത്തിൽ തുപ്പി ഭൂതങ്ങളെ നീ ഓടിച്ചിട്ടും ഭൂത തലവ എന്നവർ നിന്നെ പരിഹാസത്താൽ വിളിച്ച് എന്തോരത്ഭുത സ്നേഹം നിന്നിൽ വിളങ്ങി ബിന്ദുരുകുന്നു നിൻ നെഞ്ചകമെല്ലാം ഞങ്ങളെ ആരാലുരപ്പാൻ കഴിയും നാഥാ തവ സ്നേഹ ആരാഞ്ഞറിവാൻ നിന്നാത്മാവേ അരുളി
സാന്തന വരുത്തി ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കർത്താവായ യേശുശിയായേ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. തന്റെ പീഡാനുഭവത്താലേ വഴിതെറ്റിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച മശിയാത് വരാനേ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ പീഡാനുഭവത്താലേ വഴിതെറ്റിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച മശിയാത് വരാനേ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ പീഡാനുഭവത്താലേ വഴിതെറ്റിൽ ഞങ്ങളെ രക്ഷിച്ച മശിഹാ തമ്പുരാനേ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താസ്തുതി നിനക്ക് താതൻ ബഹുമാനം വിശുദ്ധ റൂഹായ്ക്കും പുകഴ്ച വന്ദനം. പാപികളാകുന്ന നിന്നോട് അടിയാരിൽ അനുഗ്രഹം കൃപയും ചൊരിഞ്ഞിടണമേ നീ. മേലുള്ള യെരൂശലേം വാതിൽ തുറന്നിട്ട് മശിഹാ സിംഹാസനെ പ്രാർത്ഥനയത്തണമേ. സ്തുതിയൻ കർത്താവേ, സ്തുതിയൻ കർത്താവേ, നിത്യ ശരണവുമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ക്ഷമിക്കാതെ ഞങ്ങളെ ദുരിഷ്ടമേ. എന്നോട് രാജ്യവും ശക്തിയും മഹത്വവും എന്ന് നീക്കി നിൽക്കാവുന്നു. ആമീൻ. എല്ലാവർക്കും ഇരിക്കാം. 1ഉം 2ഉം പാഠങ്ങൾ ഇപ്പോൾ വായിക്കാം. ഒന്നാം പാഠഭാഗമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്നോരിവനാർ, വസ്ത്രാലങ്കൃതനായി തൻ്റെ ശക്തിയുടെ മഹാത്മ്യത്തിൽ നടകൊള്ളുന്നവനാർ. നീതിയെ അരുളി ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലഭനുമായ ഞാൻ തന്നെ. നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നതെന്ത്? നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റെ പോലെ ഇരിക്കുന്നതെന്ത്? ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികളിൽ ആരും എന്നോട് കൂടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, എൻ്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു. അവരുടെ രക്തം എൻ്റെ വസ്ത്രത്തിൽ തെറിച്ചു, എൻ്റെ ഉടുപ്പൊക്കെയും മലിനമായിരിക്കുന്നു. ഞാനൊരു പ്രതികാര ദിവസം കരുതിയിരിക്കുന്നു, എൻ്റെ വിമുക്തന്മാരുടെ സംവത്സരം വന്നിരിക്കുന്നു. ഞാൻ നോക്കിയെങ്കിലും സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. ഞാൻ വിസ്മയിച്ചു നോക്കിയെങ്കിലും തുണപ്പാൻ ആരെയും കണ്ടില്ല. അതുകൊണ്ട് എൻ്റെ ഭുജം തന്നെ എനിക്ക് രക്ഷ വരുത്തി, എൻ്റെ ക്രോധം തന്നെ എനിക്ക് തുണ നിന്നു. ഞാൻ എൻ്റെ കോപത്തിൽ ജാതികളെ ചവിട്ടി, എൻ്റെ ക്രോധത്തിൽ അവരെ തകർത്തു. അവരുടെ രക്തത്തെ ഞാൻ നിലത്ത് വീഴ്ത്തിക്കളഞ്ഞു. യഹോവ നമുക്ക് നൽകിയതുപോലെയൊക്കെയും ഞാൻ യഹോവയുടെ
പ്രീതിവാത്സല്യത്തെയും യഹോവയുടെ സ്തുതിയെയും അവൻ്റെ കരുണയ്ക്കും മഹാദയയ്ക്കും ഒത്തവണ്ണം അവൻ ഇസ്രായേൽ ഗൃഹത്തിന് കാണിച്ച് വലിയ നന്മയും കീർത്തിക്കും. അവരെൻ്റെ ജനം, കപടം കാണിക്കാത്ത മക്കൾ തന്നെ എന്ന് പറഞ്ഞ് അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. അവൻ്റെ സമുഖദൂതൻ അവരെ രക്ഷിച്ചു. തൻ്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. എന്നാൽ അവർ മത്സരിച്ച് അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. അപ്പോൾ അവൻ്റെ ജനം മോശയുടെ കാലമായ പുരാതന കാലം ഓർത്ത് പറഞ്ഞത്, അവരെ തൻ്റെ ആടുകളുടെ ഇടയനോട് കൂടി സമുദ്രത്തിൽ നിന്ന് കരയേറുമാറാക്കിയവൻ എവിടെ? അവരുടെ ഉള്ളിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ? തൻ്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈക്കൽ ചെല്ലുമാറാക്കി തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും അവർ ഇടവിടാത്ത വണ്ണം മരുഭൂമിയിൽ ഒരു കുതിരയെപ്പോലെ അവരെ ആഴങ്ങളിൽ കൂടി നടത്തുകയും ചെയ്തവനെവിടെ? താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികളെപ്പോലെ യഹോവയുടെ ആത്മാവ് അവരെ തഞ്ചുമാറാക്കി. അങ്ങനെ നീ നിനക്ക് മഹത്വമുള്ള ഒരു നാമം ഉണ്ടാക്കേണ്ടതിന് നിന്റെ ജനത്തെ നടത്തി. സ്വർഗത്തിൽ നിന്ന് നോക്കി വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ വാസസ്ഥലത്ത് നിന്ന് കടാക്ഷിക്കണമേ. നിന്റെ തീഷ്ണതയുള്ള വീര്യപ്രവൃത്തികൾ എവിടെ? നിന്റെ മനസ്സലിവും കരുണയും എന്നോട് കാണിക്കാതെ വണ്ണം നീ അടക്കി വച്ചിരിക്കുന്നു. നീയല്ലോ ഞങ്ങളുടെ പിതാവ്. അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേലിന് ഞങ്ങളെ തിരയുന്നതുമില്ല. നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു. യുഗാരംഭം മുതൽ ഞങ്ങളോട് വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു നിന്റെ നാമം. യഹോവേ, നീ ഞങ്ങളെ നിന്റെ വഴിവിട്ട് തെറ്റുമാറാക്കുന്നതും നിന്നെ ഭയപ്പെടാതെ വണ്ണം ഞങ്ങളെ ഹൃദയത്തെ കഠിനമാക്കുന്നതും എന്ത്? നിന്റെ അവകാശഗോത്രങ്ങളായ നിന്റെ ദാസന്മാർ നിമിത്തം മടങ്ങി വരേണമേ. നിന്റെ വിശുദ്ധ ജനത്തിന് അല്പകാലത്തേക്ക് മാത്രം കൈവശമായ ശേഷം നിന്റെ വിശുദ്ധ മന്ദിരത്തെ ഞങ്ങളുടെ വൈരികൾ ചവിട്ടിക്കളഞ്ഞു. ഞങ്ങളിതാ നീ ഒരിക്കലും വാണിട്ടില്ലാത്തവരും നിന്റെ നാമം വിളിക്കപ്പെട്ടിട്ടില്ലാത്തവരും എന്ന പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇവിടെ 1-ാം പാഠം അവസാനിച്ചു. രണ്ടാം പാഠഭാഗമായി എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം. എബ്രായർ 2. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാണ്ടിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നത് കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഉരിയും? നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലവും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരിക്കുന്നു. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ, ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ
ജഡരക്തങ്ങളോട് കൂടി കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയിൽ അടിമകളായിരിക്കും വിടുവിച്ചു. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾ പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും അവന്റെ സഹോദരന്മാരോട് സദർശനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. ഇങ്ങനെ 1ഉം 2ഉം പാഠഭാഗങ്ങൾ അവസാനിച്ചു. സുതാരയുടെ അപേക്ഷ 63-ാമത്തെ പേജ് നമ്പർ 63. ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യനായി തീർന്നവനും ദൈവത്തിൻ്റെ ജീവനുള്ള കുഞ്ഞാട് ഞങ്ങളുടെ സ്തോത്രത്തിനുള്ള പ്രധാന പുരോഹിതനുമായ മിശിഹാ തമ്പുരാനെ, തിരുമുൻപാകെ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനയാൽ ഞങ്ങൾ നിന്റെ പീഡാനുഭവത്തിൽ കഷ്ടത അനുഭവിപ്പാനും നിന്റെ താഴ്മയിൽ സാമ്യപ്പെടുവാനും നിന്റെ വിശുദ്ധരോടുകൂടെ സ്വർഗലോകത്തെ സന്തോഷിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും കീർത്തനവും പാടുമാറാകണമേ. ഹോശോ വാനം ഭൂമി സർവം നാഥ സ്തുതി നിനക്കെന്നും പാടിയിടട്ടെ. പാപികളെ നിൻ വരവിൽ ഓർത്ത് ആദരവോടെ തുണ ചെയ്യണമേ. ഭക്തൻ ഹാബേലിൻ ചരിതം ഭക്തന്മാർക്ക് അതിമോദം തന്നെ. ദുഷ്ടൻ കായേൻ ഭൂമിയിൽ നിന്നു ശൂന്യമായി. ഹാബേൽ മരിച്ചിട്ടവനുടെ വാർത്ത തിരുസഭയെന്നും കൊണ്ടാടുന്നു. കുറ്റമറ്റൊരു രക്തം കായേ ഭൂമിയിൽ ചിന്താൻ കാരണമായി. ഹാബേൽ ദൈവ കുഞ്ഞാടു തുല്യൻ എന്നൊരു നാമം ഇന്നും തീരു സഭ ഇവനെ സാക്ഷി കാരുടെ ശ്രേഷ്ഠനായെണ്ണുന്നു. ദൈവസുതന കുഞ്ഞാടല്ലോ ലോകപാപങ്ങൾ ചുമന്നൊഴിപ്പാൻ താതനയച്ചോരു പിണയാളിതനായി ഭൂതലെ വന്നുദിച്ചെന്താശ്ചര്യം. കായേൻ മക്കൾ ദേഷ്യത്താലേ അവനുടെ രക്തം ചിന്തി ക്രൂശിൽ. ഹാബേൽ കുലമോ കൈക്കൊണ്ടവനാൽ വിടുതൽ പ്രാപിച്ചുയർന്നിടുന്നു. സുതനിൻ ബലിയെ താതനിഷ്ട സൗരഭ്യമായി ഏറ്റതിനാൽ പാപകുലത്തിൻ അപരാധങ്ങൾ മായിച്ചവരോടു നിരന്നു ദൈവം. ദൈവസുതാനി ഹാബേൽ ബലി പോൽ ഞങ്ങളിൻ ബലിയെ ഏറ്റിടണമേ. നിന്നുടെ ബലിയാൽ വന്നൊരു രക്ഷയ്ക്കവകാശം നീ നൽകി. നിനക്കും താതനും വിശുദ്ധാത്മനും സ്തുതിയുണ്ടാക എന്നേക്കുമാമേ. നിന്നുടെ രാജ്യാവകാശം തന്ന എന്നും സ്തോത്രം പാടാനരുൾക. ഞങ്ങൾക്കായി ഏറ്റ നിൻ കഷ്ടത താഴ്ച കർത്താവെ വാഴ്ത്തപ്പെട്ടതാക. ഞങ്ങളുടെ സൃഷ്ടാവെ ക്രൂശിൽ
ക്രൂശിൻ മരത്തിൽ തൂക്കാനാരാ കഴിയും നീ ഭൂതലത്തിൽ ആദാമിനാൽ വന്നടിമയിൽ നിന്ന് വിടുതൽ ലഭിപ്പാൻ വലിയ സ്നേഹം അപമാനത്തിൻ ഇറക്കിയവനെ. ഇന്നാളിലേശു വിശപ്പാത്തി മരം കണ്ടരികെ എത്തിയിട്ടേതും ഫലം കാണായികയാൽ ഇനിമേലാരും നിങ്ങൾ നിന്നനുഭവിച്ചിടായ അരുളി ശാപം യൂദരെ ചൊല്ലി. ഞങ്ങളുടെ രോഗങ്ങളെല്ലാം ശമിപ്പിച്ചവനെ സ്കീപ്പായിൽ കൊല്ല ഒരുമ്പട്ടവർ രോഗം പാപം ക്രോധം ശാപം തന്മേൽ വഹിച്ചു ഉപശാന്തി ചെയ്ത കൃപയെ ഞങ്ങൾ കൊണ്ടാടുന്നു. ഞങ്ങൾക്കായതി കഷ്ടതകൾ ഏറ്റൊരു നാഥ ഞങ്ങളെ നീ അനുഗ്രഹിച്ചവയൻ പങ്കും നിൻ രാജ്യോഹരിയും നൽകേണമേ. ഞങ്ങളുടെ അത്യുന്നതനെ പാപികൾക്കായി ക്രൂശിൽ നിന്നെ തറപ്പാനായി ഏൽപ്പിച്ചൊരു നിൻ കരുണയുടെ മധുരതയേറ്റം വലുതത്രേ. തവ കൃപയ്ക്കടിയ എന്തു നൽകും നന്ദിയായി തിരുമൻകോ ബീടുന്നു. ഞങ്ങളുടെ നിവർത്തിച്ചല്ലോ ദർശികളിൻ വചനം തിരുമേനിയിൽ നിന്റെ കഷ്ടത വിനയം നിന്നയുടെ സ്ലീവായും നീ സഹിച്ചതിനാൽ തവ ബലി കൊണ്ടഖിലാണ്ടത്തെ താതൻ പക്കൽ നിരപ്പാക്കി. ഞങ്ങളുടെ മരണത്തെ നീ വരിച്ചതിനാൽ മരണമില്ലായ്മയെ ലഭിച്ചടിയ ജീവനും സ്വർഗദാനങ്ങളും വൈരിയവെല്ലാം ആയുധമായി സ്കീപ്പായിൽ നീ നേടിയവൻ നിവർത്തിയായ നുര ചെയ്തല്ലോ. 42-ാമത്തെ പുറത്തുള്ള സങ്കീർത്തനവും 43-ാമത്തെ പുറത്തുള്ള അപേക്ഷ. കർത്താവിന്റെ സകലദാസന്മാരുമേ കർത്താവിനെ വാഴ്ത്തുവേ. ശുദ്ധസ്ഥലത്തേക്ക് നിങ്ങളുടെ കൈകളെ ഉയർത്തി കർത്താവിനെ വാഴ്ത്തുവേ. കർത്താവേ, എന്റെ സ്തുതി നിന്റെ സന്നിധിയിൽ പ്രവേശിക്കുമാറാകണമേ. നിന്റെ വചനത്താൽ എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, നിന്റെ സന്നിധിയിൽ പ്രവേശിക്കുമാറാകണമേ. നിന്റെ വചനത്താൽ എന്നെ രക്ഷിക്കണമേ. നിന്റെ കൽപ്പനകൾ എന്നെ നീ പഠിപ്പിക്കുമ്പോൾ എൻ്റെ അധരങ്ങൾ നിന്റെ സ്തുതികളെ ഉച്ചരിക്കും. നിന്റെ കൈ എനിക്ക് സഹായമാകുമാറാകണമേ. എന്തുകൊണ്ടെന്നാൽ ഞാൻ നിന്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെട്ടു. ഞാൻ തെറ്റിപ്പോയി. നിന്റെ ദാസനെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ കൽപ്പനകളെ മറന്നില്ല. ദൈവമേ, ചോദ്യമാകുന്നു
പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സകലത്തിൻ്റെയും ഇടയവനായി ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഈ സമയത്തോളം ഞങ്ങളെ ക്ഷേമത്തോടെ കൊണ്ടുവന്നിരിക്കുന്നതിനായി നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ കരുണയാൽ ഇന്നേ ദിവസം പാപവും ആപത്തും കൂടാതെ ഞങ്ങളെ കാത്ത് നീതിയിൽ ഞങ്ങളെ പാലിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശരണം നിന്നിൽ മാത്രമാകയാൽ നിന്റെ പ്രീതിവാത്സല്യമാർദ്ദ കരുണയും ഞങ്ങളുണ്ടായിരിക്കണമേ. കൃപയുള്ള കർത്താവ് നീയാകയാൽ നിന്റെ പ്രമാണങ്ങൾ വഴി ഞങ്ങളെ പഠിപ്പിച്ച് അതിൽ ഞങ്ങളെ നടത്തണമേ. പരിശുദ്ധനായ കർത്താവേ, നിന്റെ പ്രകാശത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങൾക്ക് ആവശ്യമുള്ള സകല നന്മകളും ഞങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. സ്തുതിയും ബഹുമാനവും വന്ദനവും നിനക്ക് യോഗ്യമായിരിക്കുന്നു. തന്റെ പീഡാനുഭവത്താലേ വഴിയിൽ ഞങ്ങളെ രക്ഷിച്ച മശിഹാ തമ്പുരാനേ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ പീഡാനുഭവത്താലേ വഴിതെറ്റിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച മശിഹാ തമ്പുരാനേ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ പീഡാനുഭവത്താലേ വഴിതെറ്റിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച മശിഹാ തമ്പുരാനേ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. നിന്റെ പിതാവിന്റെ ബഹുമാനവും പരിശുദ്ധ റൂഹായിക്ക് വന്ദനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാപികളായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണകളും ഉണ്ടായിരിക്കണമേ. മേലുള്ള യെരൂശലേമിന്റെ വാതിലുകൾ തുറന്ന് മശിഹായെ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രവേശിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ശരണമേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ ശിമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധമുള്ള എവൻഗേലിയോൻ. നമ്മുടെ രക്ഷകനായ പിതാവിനെ സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകയായ മറിയാമിൽ നിന്ന് ശരീരമെടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായിരിക്കുന്ന യേശു മിശിഹായുടെ ക്രൂശാരോഹണത്തിന് മുമ്പേ ഇപ്രകാരം സംഭവിച്ചു. അനന്തരം പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചു. തങ്ങളുടെ ശിഷ്യന്മാരെ ഹെരോദ്യരോടുകൂടെ അവന്റെ അടുക്കൽ അയച്ചു. ഗുരു, നീ സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനാ ആകയാൽ ആരെയും ശങ്കയില്ലാത്തവനുമാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിനക്ക് എന്തു തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണമെന്ന് പറയിച്ചു. യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു. കപടഭക്തിക്കാരെ എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? കരുത്തിനുള്ള നാണയം കാണിപ്പീനെന്ന് പറഞ്ഞു. അവർ അവന്റെ അടുക്കൽ ഒരു വെള്ളിക്കാശെ കൊണ്ടുവന്നു. അവൻ അവരോട്, ഈ സ്വരൂപവും മേലെടുത്തുമാരുടേത് എന്ന് ചോദിച്ചതിന് കൈസറുടേത് എന്ന് അവർ പറഞ്ഞു. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുപ്പീനെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ കേട്ട് ആശ്ചര്യപ്പെട്ട് അവനെ വിട്ട് പോയിക്കളഞ്ഞു. പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സദൂക്യരും വന്ന് അവന്റെ അടുക്കൽ വന്നു. ഗുരു, ഒരുത്തൻ മക്കളില്ലാതെ മരിച്ചാൽ
അവന്റെ സഹോദരൻ അവന്റെ ഭാര്യയെ ദേവരവിവാഹം കഴിച്ച് തന്റെ സഹോദരനെ സന്തതിയെ ജനിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചുവല്ലോ. എന്നാൽ ഞങ്ങളുടെ ഇടയിൽ 7 സഹോദരന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഒന്നാമത്തൻ വിവാഹം ചെയ്ത ശേഷം മരിച്ചു. സന്തതിയില്ലായാൽ തന്റെ ഭാര്യയെ സഹോദരനെ വിട്ടേച്ചു. രണ്ടാമത്തവനും മൂന്നാമത്തവനും 7-ാമത്തവൻ വരെയും അങ്ങനെ തന്നെ. എല്ലാവരും കഴിഞ്ഞിട്ട് ഒടുവിൽ സ്ത്രീയും മരിച്ചു. എന്നാൽ പുനരുത്ഥാനത്തിങ്കൽ അവൾ 7 പേരിൽ ആർക്ക് ഭാര്യയാകും? എല്ലാവർക്കുമായിരുന്നുവല്ലോ എന്ന് ചോദിച്ചു. അതിന് യേശു ഉത്തരമായി പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക്കൊണ്ട് തെറ്റിപ്പോകുന്നു. പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രയാകുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചോ ദൈവം അരുളിച്ചിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാകുന്നുവെന്ന് അവൻ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ. പുരുഷാരം ഇത് കേട്ട് അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. വിശ്വാസമായിട്ട് പറയാം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകം മുൻപേ പിതാവിൽ ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സൃഷ്ടിയല്ലാത്തവനും തത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സകല സൃഷ്ടിക്ക് മുഖാന്തരമായവനും മനുഷ്യരാജ്യങ്ങളും രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ ഇറങ്ങി വിശുദ്ധയാൽ ധരിച്ച് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടമോച്ച് മരിച്ചടക്കപ്പെട്ട് തിരുതപ്രകാരം 3-ാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നവനും അവസാനമില്ലാത്ത രാജ്യത്വമുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും എതിർപ്പാൻ തന്റെ മഹാപ്രഭാവത്തോട് ഇനി വരുമായിരിക്കുന്നതുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പുറപ്പെട്ട് പിതാവിനോടൊപ്പം വന്ദിക്കപ്പെട്ട് സ്നേഹിക്കപ്പെടുന്നവനും സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധലേഖറുകായാലും കാതോലിക്ക അപ്പോസ്തലിക്കുമായ വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഏറ്റുപറഞ്ഞ മേൽപ്പിനും ലോകത്തിലെ പുതുജീവനും എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ നമുക്ക് ക്രിസ്തീയ കീർത്തനങ്ങളിലെ 92-ാമത്തെ പാട്ട് പാടുന്ന സമയത്ത് സ്തോത്ര കാഴ്ച സമർപ്പിക്കാവുന്ന അത്രേ. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 92-ാമത്തെ പാട്ട്.
അനാമേതൽ സമയവൻ കൃപകൾ പ്രാപിപ്പാനതിധൈര്യമാ കൃപാസനത്തിൽ അന്തികത്തിൽ ചെന്നു നീ അതിധൈര്യമായി കൃപാസനത്തിനന്തികത്തിൽ ചെന്നു നീ സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവൻ യേശുവേ. ദൈവമായ കർത്താവേ, ഞങ്ങളെ അർപ്പിച്ചിരിക്കുന്ന കാഴ്ചകളെ നിൻ്റെ കാരുണ്യത്താൽ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമർപ്പണത്തെ നീ സ്വീകരിക്കുന്ന ദൈവമായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് സ്വർഗം തുറന്ന് അനുഗ്രഹങ്ങളെ നൽകുന്ന ദൈവമായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് പുഴുവാനും പ്രശംസിക്കാനും ഒന്നുമില്ല കർത്താവേ. നീ തരുന്നതല്ല ജീവിതത്തിലൊന്നുമില്ലല്ലോ. കർത്താവിൻ്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധങ്ങളായി ഞങ്ങളെ രൂപപ്പെടുത്തണമേ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരിച്ച് കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ക്രൂശിനെ ആഴമായി അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ഞങ്ങൾക്ക് നീ തുണയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഈ ആരാധനാ സമൂഹത്തെ നിൻ്റെ വലതുകരം നീട്ടി നീ അനുഗ്രഹിക്കണമേ. അവിടുത്തെ വചനത്തിന് മുമ്പ് ഞങ്ങൾ ഇരിക്കുമ്പോൾ വചനത്താൽ നീ ഞങ്ങളെ നിറയ്ക്കണമേ, വചനത്താൽ നീ ഞങ്ങളെ കഴുകണമേ, വചനത്താൽ നീ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, വചനത്താൽ നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ, വചനപ്രകാരം ജീവിപ്പാനായിട്ട് ഞങ്ങളെ പ്രേരിപ്പിക്കണമേ. നന്മകളാൽ ഞങ്ങളെ നിറച്ച് അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടുകൂടെ കേൾക്കണമേ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കഷ്ടാനുഭവ ആഴ്ചയിലെ ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന കർത്താവിനോട് ചോദിക്കുന്ന 3 ചോദ്യങ്ങളാണ്. കർത്താവ് ഹോശാന പെരുന്നാളിൻ്റെ ദിവസം യെരുശലേമിലേക്ക് വന്നു. അതിനു മുമ്പ് ശനിയാഴ്ചയാണ് ലാസറിനെ ഉയർപ്പിച്ചത് എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ നമ്മൾ ലാസറിനെ ഉയർപ്പിച്ച യഹൂദന്മാർക്കുണ്ടായിരുന്നു. അപ്പോൾ യെരുശലേമിലേക്ക് പോകുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ 11-ാം അധ്യായത്തിൽ, യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ തോമസ് പറയുന്നൊരു വാചകമുണ്ട്, ലെറ്റ് us go with him so that we may die with him. അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്ക് പോകാം. അവർക്കറിയാം യെരുശലേമിലേക്ക് പോയാൽ കർത്താവിന് വലിയ പ്രതിസന്ധി ഉണ്ടാകും എന്ന് അറിയാം. അപ്പോൾ യേശുവിനെ എങ്ങനെയാണ് കൊല്ലേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ആലോചന നടക്കുന്നുണ്ട്. അവർ യേശുവിനോട് വന്ന് 3 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ അധ്യായത്തിൻ്റെ 12 മുതലുള്ള 23 മുതലുള്ള 21-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവർ ചോദിക്കുന്നത്, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. സ്വന്തം അധികാരത്തിൽ നിന്ന് പറയാൻ ഒക്കത്തില്ല, കാരണം ലേവ്യ ഗോത്രത്തിൽ ജനിച്ച ആളൊന്നുമല്ല, അല്ലെങ്കിൽ അങ്ങനെ അധികാരം അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. വേറെ ആരെങ്കിലും അധികാരപ്പെടുത്തിയെന്ന് പറയാൻ തക്കണം, ആരും അധികാരപ്പെടുത്തിയിട്ടുമില്ല. അതുകൊണ്ട് ചോദിച്ചു, നീ എന്ത് അധികാരത്തിലാണ് ഈ ദേവാലയം ശുദ്ധീകരിച്ചത്? അതാണ് ചോദിച്ചത്. എന്ത് കാര്യത്തിനാണ്, നീ ആരുടെ അധികാരത്തിലാണ് ഇത് ചെയ്തത്? നമ്മൾ സാധാരണ ഇത് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നീ ആരോട് ചോദിച്ചോണ്ടാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കുന്ന പോലാണ്, നീ എന്ത് അധികാരത്തിലാണ് ചെയ്തത്? രണ്ടാമത്തെ ചോദ്യം നമ്മളിപ്പോൾ എവൻഗേലിയൻ വായിച്ചത് മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങളിലാണ് ചോദിക്കുന്നത്. കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമാണോ? കൊള്ളാമോ? കൈസറിന് കരം കൊടുക്കണമെന്നാണ്. അതിനു മുമ്പ് കർത്താവിനടുക്ക് വന്നിട്ട് അവർ പറയുന്നുണ്ട്, 3-4 കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട്. കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവ് നീ സത്യവാനാണ്, ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനാണ്, മനുഷ്യരുടെ മുഖം നോക്കാത്തവനാണ്, ആരെയും ശങ്കയില്ലാത്തവനും ആയതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അല്ല, പേടിയുള്ളവരോടൊന്നും ഞങ്ങൾ ചോദിക്കുകയല്ല, ധൈര്യക്കുറവുള്ളവരോടൊന്നും ഞങ്ങൾ ചോദിക്കുകയല്ല. നീ വലിയ ധൈര്യമുള്ളവനായതുകൊണ്ടും ആരെയും പേടിക്കാത്തവനായതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുക, കൈസറിന് കരം കൊടുക്കണമെന്ന്. നമ്മൾ ഈ ശ്രദ്ധിച്ച ചില ആളുകളെ പ്രകോപിപ്പിച്ച് കഴിഞ്ഞാലേ അവർ കയറി അങ്ങ് ഭയങ്കരമായിട്ട് പറയും. നമ്മുടെ സംസ്ഥാനത്ത് PC ജോർജ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് ചുമ്മാ ഒന്ന് പ്രകോപിപ്പിച്ച് നോക്കിയാൽ മതി. സാറ് വലിയ നല്ലവനാണ്, സാറ് ഭയങ്കര ധൈര്യശാലിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇയാൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് ഈ മൈക്കിൽ കൂടെ അങ്ങ് പറയും, വെച്ചങ്ങ് തകർക്കും. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം മാപ്പ് പറയും, ഇത് കുഴപ്പമായി പോയി എന്ന് പറഞ്ഞിട്ട്. ചില ആളുകളുണ്ട്, ചില ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് കർത്താവിനോട് പറയുന്നത്, നീ നല്ലവനാണ്, വഴി നേരായി പഠിപ്പിക്കുന്നവനാണ്, ആരെയും ശങ്കയില്ലാത്തവനാണ്, ഒരു പേടി നിനക്ക് ആരെയും ഇല്ലാത്തവനാണ്, കൈസറിന് കരം കൊടുക്കുന്ന വിഹിതമാണ്. അപ്പം കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും സംഭവിക്കുന്നത്? കൊടുക്കണമെന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. കാരണം യഹൂദന്മാർക്ക് പ്രത്യേക കരം ഉണ്ടായിരുന്നുകൊണ്ട് അവരതിനെ എതിർക്കും. മൂന്നാമത്തേത് ഭയങ്കര രസകരമായിട്ടാണ് ചോദിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, കർത്താവ് ഞങ്ങളുടെ നാട്ടിൽ ഒരുത്തനുണ്ടായിരുന്നു, അവർ 7 സഹോദരന്മാരായിരുന്നു. ആദ്യത്തെ കല്യാണം കഴിച്ചു, അവനങ്ങ് മരിച്ചുപോയി. പിന്നെ ദേവര വിവാഹത്തിന് എൻ്റെ 2ാമത്തെ അനിയൻ കല്യാണം കഴിക്കണം, അവനും അങ്ങ് മരിച്ചു. ലോകത്തിൽ ഒരിടത്തും ഇല്ലാത്തൊരു കഥയാണ്. 3ാമത്തും അവനും മരിച്ചു, 4ാമത്തും അവനും മരിച്ചു, 5ാമത്തും അവനും മരിച്ചു. അങ്ങനെ 7 പേരും മരിച്ചു.
അത് കഴിഞ്ഞപ്പോൾ സ്ത്രീ മരിച്ചു. ഞങ്ങൾ സ്വർഗത്തിൽ ചെന്നപ്പോൾ 6-7 പേരുടെ. എടാ, ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൾ നിന്റെ അടിമയായിട്ടിരുന്നു, ഇനി അവിടെ ചെല്ലുമ്പോഴേ അതിൻ്റെ അടിമയായിട്ട് കിടക്കണമെന്ന്. ഇനി 7 ആരുടെ ഭാര്യയായിരിക്കും അവിടെ ചെല്ലുമ്പോൾ? ഈ നാട്ടിലുള്ള ചീത്തവിളിയെല്ലാം അവൾ കേട്ടതാണ്, ഈ 7 പേരുടെ. ഇനി അവിടെ ചെന്നിട്ട് ഇനി ആരുടെ കൂടാ എന്ന് ചോദിക്കുന്ന 3 ചോദ്യങ്ങളാണ്. ഈ 3 ചോദ്യങ്ങളുടെയും ഉത്തരവാണ് ഇന്നത്തെ നമ്മുടെ ഇത്. ഈ കുടുക്ക് ചോദ്യങ്ങൾ വളരെ പ്രധാനമാണ്. ചിലപ്പോൾ നമ്മുടെ ക്രിസ്തുസ് തിരുമേനി ഒരിക്കലും മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിച്ചപ്പോൾ തിരുമേനി ഇങ്ങനൊരു കാര്യം പറയാം. ഒരു അല്പം എന്താണ് ദൈവ ഭയമൊക്കെ ഉള്ളതായ ഒരു സന്യാസിയുടെ അടുക്കലേക്ക് സന്യാസി ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രവചിച്ച് പറയുന്നതാണ്. നമുക്കറിയാം നോസ്ട്രഡാംസ്. ഇപ്പോൾ നമ്മുടെ പേപ്പറിനകത്തിൽ, ഇന്നത്തെ പേപ്പറിലൊക്കെ നിങ്ങൾ വായിച്ചാണ് നോസ്ട്രഡാംസ് 1500 നടത്തിയ പ്രവചനം ഇപ്പോൾ 2024 ബ്രിട്ടീഷ് രാജകുടുംബത്തിന് വരുന്ന കുഴപ്പത്തെ സംബന്ധിച്ച് ഏതാണ്ട് എത്രയായി? 2024 എന്ന് പറയുമ്പോൾ എത്രയായി? 500 വർഷം മുമ്പ് അയാൾ പ്രവചിച്ച പ്രവചനം. രാജകൊട്ടാരവുമായി ബന്ധമില്ലാത്ത 5 ഇത് കഴിയുമ്പോൾ വരുന്ന ആളൊക്കെ വരും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി പ്രവചനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം ഇവിടെ ഈ ശ്രദ്ധിച്ചാൽ ഈ തിരുമേനിയുടെ പ്രസംഗത്തിനകത്ത് തിരുമേനി ഇങ്ങനെ പറഞ്ഞു, ഒരു സന്യാസിയുടെ അടുക്കല് വലിയ ദിവ്യനായിട്ട് നല്ലൊരു മനുഷ്യനാണ്. അയാളുടെ അടുക്കല് ഒരു ആള് അദ്ദേഹത്തെ ഒന്ന് കൊടുക്കാനായിട്ട് കയ്യിലൊരു ചെറിയ ചിത്രശലഭത്തെ പിടിച്ചിട്ട് അതിന് കൈക്കുള്ളിൽ വെച്ചു. എന്നിട്ട് ഈ സന്യാസിയോട് ചോദിച്ചു, നീ വലിയ ദിവ്യനാണല്ലോ, നിനക്കെല്ലാം അറിയാമല്ലോ, നീ പ്രവചിക്കുന്നവനാണല്ലോ, എൻ്റെ കയ്യിലുള്ള ഈ ചിത്രശലഭത്തിന് ജീവനുണ്ടോ ഇല്ലയോ? അപ്പൊ അയാൾ ജീവൻ ഉണ്ടെന്ന് പറഞ്ഞ അവൻ അതിനെ ഞെരിച്ചു കൊല്ലും, കയ്യിലിരിക്കുന്ന സാധനത്തിൽ ഞെരിച്ചു കൊല്ലും. ജീവൻ ഇല്ല എന്ന് പറഞ്ഞ അവൻ ഇതിനെ പറത്തി കാണിക്കും. 2 വിധേന കുഴപ്പമാണ്. അപ്പോഴേ ഈ തിരുമേനി പ്രസംഗിച്ചാണ് കേട്ടോ, ഞാൻ പറഞ്ഞല്ല. തിരുമേനി എനിക്ക് അത്ര ബുദ്ധിയില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. തിരുമേനിയുടെ അതുകൊണ്ട് ഞാനിതൊക്കെ കോപ്പി അടിച്ച് പറയുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു, അത് നീ വിചാരിക്കുന്ന പോലെ ഇരിക്കും. ഏതാ? ഈ കയ്യിൽ നീ വിചാരിക്കുന്ന പോലെ ഇരിക്കും, നിന്റെ കയ്യിലാ അതിന്റെ ജീവൻ ഇരിക്കുന്നത്. ഇപ്പൊ 2 രീതിയിൽ നീ ഇതിനെ ചെയ്യും. ഒന്ന്, ഞാൻ ഇതിനെ ജീവൻ ഉണ്ടെന്ന് പറഞ്ഞാ ഞെക്കി കൊല്ലും, ജീവൻ ഇല്ലെന്ന് പറഞ്ഞാൽ നീ പറത്തി വിടും. അത് 2 നിന്റെ കയ്യിലായിരിക്കും. നീയാണ് ഇത് തീരുമാനിക്കുന്നത്, നിന്റെ കയ്യിലാണ് ഇതിന്റെ സംഗതികൾ കിടക്കുന്നത്. കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, നീ ആരുടെ അധികാരം കൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന്. അപ്പൊ കർത്താവ് സ്വന്തം അധികാരത്തിലാന്ന് പറഞ്ഞാൽ അപ്പൊ ഞാനിപ്പോ പറയാണ്, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാന്ന് പറഞ്ഞാല് എന്നെ നാളെ തന്നെ ഇവിടുന്ന് നിങ്ങൾ വണ്ടി വിളിച്ച്, കാരണം എനിക്ക് ആ അധികാരം ഇല്ലാന്ന് നിങ്ങൾക്കറിയാം. എനിക്കുള്ള അധികാരം വേറെയാണ്. വേറെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയോന്ന് ചോദിച്ചാൽ അതുമില്ല. അതിനൊരു ഉത്തരം പറയാനായിട്ട് സാധിക്കത്തില്ല. അതിന് പകരമായിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഉത്തരം പറയാം. ഞാൻ നിങ്ങളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നതിന് ഉത്തരം നിങ്ങൾ പറയാമെങ്കിൽ നിങ്ങൾ പറയുന്ന ഉത്തരം ഞങ്ങൾ പറയും. നമ്മുടെ രാഷ്ട്രീയക്കാർ അങ്ങനെ ചെയ്യുന്നതാണ്. അവരോട് ചില ചോദ്യം ചോദിക്കാൻ പറയും. ഞാനൊരു ചോദ്യം ചോദിക്കുമ്പോൾ പറയും, ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറയുന്ന പോലെ കർത്താവ് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നാണോ ഭൂമിയിൽ നിന്നാണോ? തിരിച്ചു ചോദ്യം. അവരിഞ്ഞോട് ചോദിച്ചത് നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്നാണ്. കർത്താവിന് തിരിച്ചുള്ള ചോദ്യം, യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നാണോ ഭൂമിയിൽ നിന്നാണോ? അപ്പൊ അവർ രണ്ടുള്ള എല്ലാവരോടും ആലോചിച്ചു. സ്വർഗത്തിൽ നിന്നാന്ന് പറയാൻ കുഴപ്പമാണ്. കാരണം സ്വർഗത്തിൽ നിന്നാന്ന് പറയുക ആ യോഹന്നാനാണ് കർത്താവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടെന്ന് പറഞ്ഞ തന്നെ ലോകത്തിന്റെ പാവത്തെ ചുവന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, അവന്റെ ചെരുപ്പിന്റെ വാറ് പോലും ഞാൻ അടിക്കാനായിട്ട് യോഗ്യനല്ല, നിങ്ങൾ അവന്റെ പുറകെ നടന്നോണം എന്നെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചിട്ട് നിങ്ങൾ എന്താ കേൾക്കാഞ്ഞെന്ന് കർത്താവ് ചോദിക്കും. യോഹന്നാൻ പറഞ്ഞ എന്താ? രണ്ടാമത് മനുഷ്യരിൽ നിന്നാണ്, ഭൂമിയിൽ നിന്നാണ്, മനുഷ്യരിൽ നിന്നാന്ന് പറഞ്ഞാൽ യോഹന്നാൻ ദൈവത്തിൽ നിന്ന് വന്നവനാണ് എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ജനങ്ങൾ സമ്മതിക്കത്തില്ല, ആളുകൾ സമ്മതിക്കത്തില്ല. അത് സമ്മതിക്കത്തില്ല. മനുഷ്യരിൽ നിന്ന് വന്നാന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഏതാ? ഇതിന് ഉത്തരം പറയാനൊക്കത്തില്ല. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന്. അങ്ങക്ക് അറിയത്തില്ലെന്നേ പറയാൻ പറ്റുള്ളൂ ഇതിന്. അപ്പൊ കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് അത് അറിയത്തില്ലെങ്കിൽ എനിക്ക് ഇതും അറിയത്തില്ലെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, നിങ്ങൾക്ക് അത് ചെയ്യാൻ ഒക്കത്തില്ല, അതെ ഞാൻ ഇതും ചെയ്യത്തില്ല എന്ന് പറയുന്ന പോലെ കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് അത് ഉത്തരവില്ലെങ്കിൽ ഇതിന് ഉത്തരവില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യമാണ് രസം. നീ നേരുള്ളവനാണ്, സത്യവാനാണ്, നീ ധൈര്യശാലിയാണ്, ശങ്കയില്ലാത്തവനാണ്, കൈസർക്ക് കര കൊടുക്കുന്ന വിധം. ഈ കൈസർ കര കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ടാക്സ് കൊടുക്കണം. എന്നാൽ 14 വയസ്സ് മുതലുള്ള യഹൂദ പെൺകുട്ടികൾ, 12 വയസ്സ് മുതലുള്ള യഹൂദ ആൺകുട്ടികൾ പ്രത്യേകം ഒരു ദിനാറ എന്ന് പറയും. നമ്മൾ വിചാരിക്കും ഒരു ദിനാർ എന്ന് പറഞ്ഞാൽ ചെറുതാണെന്നല്ല. ഞാൻ ഈ ഒരു ദിനോറായെ പറ്റി ഒന്ന് നോക്കിയപ്പം 10 കഴുതയെ മേടിക്കാനുള്ള പൈസയാണ് ഒരു ദിനോറ എന്ന് പറയുന്നത്. അത്രയും വിലയുണ്ടെന്നാണ്. അതുകൊണ്ട് ഈ ദിനോറ എന്നുള്ള വാക്കിൽ നിന്നാണ് ഈ 10 എന്നുള്ളത് വാക്ക് തന്നെ വന്നത്. ഡെക്കലോഗും പിന്നെ ഡെക്കേഡും എല്ലാം ഈ 10 വന്നത് തന്നെ അടിസ്ഥാനപരമായിട്ട് ഈ ദിനോറ എന്നുള്ള വാക്കില്ല. 10 കഴുതയെ വാങ്ങിക്കാൻ പറ്റുന്ന പൈസയാണ്. അത്രയും തുക യഹൂദന്മാർ മാത്രം കൊടുക്കണം ടാക്സ്. വേറെ ആർക്കും കൊടുക്കണ്ട, യഹൂദന്മാർ മാത്രം കൊടുക്കണ്ട ടാക്സ്.
അത് കൊടുക്കുന്നത് ശരിയാണോ എന്നാ ചോദിക്കുന്നത്, വേറെ ടാക്സിന്റെ കാര്യമല്ല. ഇത് കൊടുക്കണമെന്ന് പറയാനും പറ്റില്ല, കൊടുക്കണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. ഇതാണ് വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ സീസർ പിടിക്കും, കൊടുക്കണമെന്ന് പറഞ്ഞാൽ നാട്ടുകാർ പിടിക്കും. മനസ്സിലായി? ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുക. ഞാൻ ഈ അടുത്ത സമയത്ത് നമ്മുടെ ഈ സിഖ് മതത്തിൻ്റെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ മതസ്ഥാപകനായിട്ടുള്ള ഗുരു നാനാക്ക് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരാളിനെ കേട്ടിട്ടുണ്ടോ? ഗുരു നാനാക്ക് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആളാണ് അവരുടെ സിഖ് സമുദായത്തിലെ ഏറ്റവും ഭയങ്കരമായിട്ട് ആദരിക്കപ്പെടുന്ന ഒരു ദൈവം എന്ന് പറയാം, ഒരു സിഖ് ഗുരുവാണ്. അപ്പം അദ്ദേഹം അത്ര 1500കളിലെ കാര്യമാണ് ഈ പറയുന്നത്, 500 വർഷം മുമ്പത്തെ കാര്യമാണ്. ആദ്യത്തെ സിഖ് ഗുരുവാണ്. അയാൾ അത്യാവശ്യം പൈസക്കാരനായിരുന്നു ഈ ഗുരുനാനാക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പനെ ഈ പലചരക്കടയായിരുന്നു. അപ്പോൾ പലചരക്കടയിൽ അദ്ദേഹം ഒരു കൊച്ചു ബാലനായിട്ട് 10-12 വയസ്സേ ഉള്ളൂ. പലചരക്കടയിൽ നിന്ന് അയാളിങ്ങനെ എന്താ പറയുക, സാധനങ്ങൾ അപ്പനെ സഹായിക്കാനായിട്ട് പോകും. അപ്പോൾ ചില സാധനങ്ങളൊക്കെ എണ്ണിയാണ് കൊടുക്കുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിലാണ് ചില സാധനങ്ങൾ എണ്ണിയാണ് കൊടുക്കും. ഇപ്പോൾ തേങ്ങ ആണെങ്കിലും മാങ്ങ, ചക്ക ഒക്കെ നമ്മൾ എണ്ണിയായിരിക്കും, 10 എണ്ണം ഇത്ര രൂപ അങ്ങനെ എണ്ണിയായിരിക്കും. അപ്പോൾ അങ്ങനെ എണ്ണി കൊടുക്കുന്നതാണ്. ഈ പയ്യനോട് പറഞ്ഞ ഓരോ സാധനങ്ങൾ എണ്ണി കൊടുക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ എണ്ണുകയാണ്, 10, 11, 12. തേര എന്ന് പറഞ്ഞപ്പം, അയ്യോ തേര എന്ന് പറയുന്നത് നിൻ്റെതാണല്ലോ, അതിൻ്റെ അർത്ഥം തേര എന്നുള്ള നമ്മൾ പറയുമ്പോൾ 11, 12, തേര നിൻ്റെ. അപ്പം അവൻ പറഞ്ഞു, ഈ 13ാമത്തേത് നമ്മുടെ അല്ല, അത് മറ്റ് പാവങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഈ അപ്പൻ അറിയാതെ ഈ 12 എണ്ണം കഴിഞ്ഞിട്ട് 13ാമത്തെ അയാൾ മാറ്റി വെക്കും. ഈ കൊച്ചി ഇറങ്ങൻ 13ാമത്തെ അയാൾ മാറ്റി വെക്കും. പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെയാ, ഇത് വേറെ ആർക്കും കൊടുക്കാനുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് അപ്പൻ നോക്കിയപ്പോൾ അവിടെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അയാളത് കണക്കാക്കില്ല. ഒരു ചെറിയ ബാലനായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, 12 എണ്ണമാണ് നമുക്കുള്ളത്, 13ാമത്തേത് ദൈവത്തിൻ്റെയാണ്, ദൈവത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറയുമ്പം കർത്താവ് പറയുന്നുണ്ട്, കൈസറിനുള്ളത് കൈസറിന് കൊടുക്കണം, ദൈവത്തിനുള്ളത് ദൈവത്തിന്. കാരണം ഒരു നാണയം കാണിക്കാൻ പറഞ്ഞു. ആ നാണയത്തിൻ്റെ ഇൻസ്ക്രിപ്ഷൻ എന്താ എഴുതിയേക്കുന്നതെന്ന് ചോദിച്ചപ്പം അത് കൈസറുടെ സ്വരൂപവും മേലെഴുത്തുമാണ്. കൈസറിന്റെ സ്വരൂപം മേലെഴുത്തുള്ളത് കൈസറിന് അവകാശപ്പെട്ടതാ. ദൈവത്തിന്റെ സ്വരൂപം മേലെഴുത്തുള്ളത് ആർക്ക് അവകാശപ്പെട്ടതാണ്? ദൈവത്തിന്. നമുക്കുള്ള സ്വരൂപവും മേലെഴുത്തും ആരുടേതാണ്? ദൈവത്തിന്റെ. ഇപ്പൊ തമ്പുരാൻ പറഞ്ഞത്, പണമെല്ലാം സീസറിന് കൊടുക്കേണ്ടതാണ്, പക്ഷെ നിങ്ങളുടെ ജീവിതം, നിങ്ങളെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും മേലെഴുത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യനായ നമ്മൾ ആരുടേതാണ്? നമ്മളെല്ലാം ദൈവത്തിൻ്റെയാണ്. ഇതാണ് കർത്താവ് പറയാനായിട്ട് അവരോട് ശ്രമിക്കുന്ന കാര്യം. നിങ്ങൾ എന്തൊക്കെ, ഞാൻ സെമിനാരി പഠനത്തിനായിട്ട് ഇൻ്റർവ്യൂവിന് 10-28 വർഷം മുമ്പ് തന്നെ ഇൻ്റർവ്യൂവിന് ചരൽക്കുന്നിൽ നിൽക്കുകയാണ്. ഞങ്ങളൊരു 6-7 സുഹൃത്തുക്കൾ, അവരെല്ലാം അച്ഛന്മാരാണ്, നമ്മുടെ സഭയിലെ അച്ഛന്മാരാണ്, എല്ലാവരും അച്ഛന്മാരാണ്. ഞങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ വർത്താനം പറഞ്ഞു ഇങ്ങനെ നിൽക്കുകയാണ്. ചരൽക്കുന്നിലാണ് ഞങ്ങൾ ഇൻ്റർവ്യൂ. അന്ന് സഭാ സെക്രട്ടറിയാണ് നമ്മുടെ പട്ടമലയിലെ AC കുര്യനച്ചൻ, വികാരി ജനറലായിരുന്നു AC കുര്യനച്ചൻ. എൻ്റെ ഫാദറിൻ്റെ ഭയങ്കര ആത്മസുഹൃത്തായിരുന്നു. അപ്പോൾ തെരുവിലെ പഠിപ്പിച്ചുകൊണ്ടും എപ്പോഴും ഒരു കാണുകയും ഒരുമിച്ച് പല പോവുകയും ഭയങ്കര ആത്മസുഹൃത്തായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കോട്ട് സഭാ സെക്രട്ടറി ആയിരിക്കുന്ന AC കുര്യനച്ചൻ വന്നിട്ട് ഇങ്ങനെ വരുവാണ്. ഞങ്ങൾ ചെറുപ്പക്കാർ പിള്ളേരാണ്, സെമിനാരി പഠനത്തിന് വേണ്ടി ഇൻ്റർവ്യൂവിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ വന്ന് സംസാരിക്കുകയാണ്, ഓരോ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് മക്കളെ അവിടെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാനും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, ശമൽ സാറിൻ്റെ മോനാണോ എന്ന് ചോദിച്ചു. ശമൽ സാറിൻ്റെ മോനാണോ? ഞാൻ പറഞ്ഞു ആന്ന് വെച്ചു, ശമൽ സാറിൻ്റെ മോനാ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി. എങ്ങനെ അന്ന് ഇന്നത്തെ പോലെ മൊബൈലോ ഫോട്ടോ ഒന്നും കാണിക്കാനോ ഒന്നുമില്ല, സാധനമൊന്നും. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛാ എങ്ങനെ മനസ്സിലായി? അല്ല, സാറിൻ്റെ ശബ്ദം പോലെ ഇരിക്കുന്നു സാറ്. കാരണം മിക്കവാറും അവർ തമ്മിൽ സംസാരിക്കുന്ന, എൻ്റെ ഫാദറും അച്ഛനോട് മിക്കവാറും കാണുകയും സംസാരിക്കുകയും ചെയ്യും. എൻ്റെ ശബ്ദത്തിൽ എന്നോട് പറഞ്ഞു, അപ്പൻ്റെ ശബ്ദം വെച്ച് എനിക്ക് പിടിച്ചെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ അതിശയിച്ചു പോയി. കാരണം നമ്മുടെ ഉള്ളിലെല്ലാം ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും മേലെഴുതും കിടപ്പുണ്ട്. നമ്മളില്ലെന്ന് പറഞ്ഞാലും എത്ര തൂത്ത് കളഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഈ സാധനം കിടപ്പുണ്ട്. അതുകൊണ്ട് തമ്പുരാൻ പറയാണ്, ഈ സീസറിന്റെ മേലെഴുത്തുള്ള സീസറിന് കൊടുത്തേരെ, പക്ഷെ നമ്മുടെ എല്ലാവരുടെയും സ്വരൂപം ആരുടെയാണ്? ദൈവത്തിൻ്റെ സ്വരൂപമാണ്. നമുക്ക് ദൈവത്തിൻ്റെ മേലെഴുത്താണ് നമ്മുടെ ഉള്ളത്. എനിക്ക് ഈ ദിവസം ഭയങ്കര വിഷമമുള്ളൊരു കാര്യം, ഞാൻ ഫിലഡൽഫിയ അസൻഷൻ പള്ളിയിലെ നല്ലൊരു ചെറുപ്പക്കാരൻ പയ്യനാണ്, 40 വയസ്സേ കാണത്തുള്ളത്. പെട്ടെന്ന് മരിച്ചു, ഒരു അറ്റാക്ക് വന്നിട്ട് പെട്ടെന്ന് മരിച്ചു. അത് ഇന്നലെ ഞാൻ ഹോശാന ഞായറാഴ്ച സർവീസ് കഴിഞ്ഞ് അല്പം ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതി വീട്ടിൽ ചെല്ലുന്ന സമയത്താണ് ഇങ്ങനൊരു മെസ്സേജ് ഇങ്ങനെ വന്നു, ഇങ്ങനെ പെട്ടെന്ന് മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ അതുണ്ടാക്കിയൊരു മാനസികമായിട്ട് ഭയങ്കര ഒരു
പ്രയാസമാണ്. അപ്പം ഞാനിങ്ങനെ അമേരിക്കയിലാണ്, എല്ലാ തരത്തിലുള്ള എവിടെ കൊണ്ടുപോയത് ഏത് സ്ഥലത്താണെന്നൊക്കെ ചോദിച്ചാൽ ഐൻസ്റ്റീൻ ഹോസ്പിറ്റലിലാണ്, എല്ലാ സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലാണ്, എല്ലാ ഡോക്ടേഴ്സും ഉള്ളതാണ്, എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ്. എന്തുകൊണ്ട് ഈ കൊച്ചനെ രക്ഷിക്കാൻ പറ്റിയില്ല എന്ന് ഞാനിങ്ങനെ ചോദിച്ചു. അപ്പോൾ എന്നോട് ഇങ്ങനെ ചെറിയ ശബ്ദത്തിൽ ഷീജ എന്നോട് പറഞ്ഞു, അച്ചോ നമ്മൾ ഏത് രാജ്യത്താണോ എവിടാണോ എന്നൊന്നും അല്ലച്ചോ, നമ്മുടെ മേലുള്ള എഴുത്തൊക്കെ എഴുതിയേക്കുന്നതെല്ലാം ആരാണ്? ദൈവം തമ്പുരാനാ. അത് തീരുമ്പോൾ നമ്മുടെ ഗ്യാരണ്ടി എല്ലാം അവസാനിക്കും. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം തമ്പുരാൻ വളരെ വ്യക്തമായിട്ട് അവരോട് ഓർപ്പിക്കുകയാണ്, നിങ്ങളുടെ ജീവിതം ദൈവത്തിന് നിങ്ങൾ സമർപ്പിക്കണം. നിങ്ങൾ ഈ പണത്തിൻ്റെ പുറകെ പോകണ്ട, അത് സീസറിന് കൊടുത്തേരെ, അത് കൊടുത്തേരെ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഓടി നടന്ന് പിടിക്കുകയാണ്. സീസറിനുള്ള സീസറിന് കൊടുത്തേരെ. പക്ഷെ നമ്മുടെ ജീവിതം അതാണ് ദൈവത്തിന് വേണ്ടത്. നിന്റെ ഹൃദയമാണ് കർത്താവിന് വേണ്ടത്, നിന്റെ മനസ്സാണ് കർത്താവിന് വേണ്ടത്, നിന്റെ സ്നേഹമാണ് കർത്താവിന് വേണ്ടത്. ഇത് കൊടുക്കാനായിട്ട് നമ്മൾ ഇപ്പം നമ്മളെ കാണുന്ന ഒരാൾ പറയണം ഇതൊരു ക്രിസ്ത്യാനിയാന്ന് പറയാൻ തക്കവണ്ണം നമ്മുടെ കർത്താവിൻ്റെ രൂപമായിട്ട് നമ്മൾ നടക്കണം. അതാ ഞാൻ പറയുന്നത്, നമ്മുടെ കർത്താവിൻ്റെ രൂപമായിട്ട് നടക്കണം. അയ്യോ താണ്ട് പോകുന്ന ഒരു ക്രിസ്ത്യാനി എന്ന് പറയത്തക്കവണ്ണം കർത്താവിൻ്റെ സ്വരൂപം മേലെഴുത്തുമുള്ളത് കർത്താവിനുള്ളതാണ് എന്ന് പറയാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കാന്നുള്ളതാണ്. മൂന്നാമത്തെ ചോദ്യമാണ് രസകരം. മൂന്നാമത്തെ ചോദ്യമാണ് 7 പേര് കല്യാണം കഴിച്ചൊരു സ്ത്രീ. അപ്പം എന്നാലും ചോദിക്കുക, കർത്താവ് പറയുന്നുണ്ട്, എടാ സ്വർഗം എന്താണ്, സ്വർഗത്തിൽ എന്താണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു വാചകം പറയുന്നുണ്ട്. പുനരുത്ഥാനത്തിൽ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രയാകുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ എങ്ങനാണോ അതുപോലുള്ള അധികാര സ്ഥാനങ്ങളും അതുപോലുള്ള കുശുമ്പും കുന്നായ്മയും അതുപോലുള്ള അടിച്ചമർത്തലുകളും എല്ലാം സ്വർഗത്തിലും ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞാൽ നിനക്കൊന്നും അറിവില്ലാത്തതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറയുന്നത്. സ്വർഗത്തിൽ ഞാനും നിങ്ങളും എല്ലാം സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ തന്നെ ആകുമെന്നാണ് പറയുന്നത്. അതിന് കുറഞ്ഞ ഒരു സ്റ്റാറ്റസിൽ, അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ മനുഷ്യരെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണ്, ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായി? ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ദൂതന്മാർ അല്പം മാത്രം, നമ്മൾ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ തന്നെ അതിലേക്ക് വരുമ്പോഴാണ് ചോദിക്കുന്നത്, ഇനി അവിടെ ചെന്നിട്ട് ഇനി കല്യാണോറപ്പുണ്ടോ, കല്യാണത്തിന് സദ്യ ഉണ്ടോ, അവിടെ 7 പേരെ കല്യാണം കഴിച്ച സ്ത്രീക്ക് അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ ആരുടെ കഴിയേണ്ടി വരും പറഞ്ഞു. നമ്മൾ ഇതിനെല്ലാം അതിജീവിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നത്. അവർ പറഞ്ഞു അവിടെ കണ്ണുനീരില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, സങ്കടമില്ല, നിരാശയില്ല, ഒന്നുമില്ല, ആത്മഹത്യയില്ല, ഇതൊന്നുമില്ല. അവിടെ സൂര്യനില്ല, കടലില്ല, സമുദ്രമില്ല, ഒന്നുമില്ല. ദൈവത്തിന്റെ മുഖം അവിടെ പ്രകാശിക്കുമെന്നാണ് പറഞ്ഞത്. അവിടെ സൂര്യന്റെ ആവശ്യമില്ല, ചന്ദ്രന്റെ ആവശ്യമില്ല. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തവണ്ണമുള്ള വലിയ സ്വർഗീയ അനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇവർ ഈ ചെറിയ കാര്യങ്ങൾ ചോദിക്കുന്നത്. മനസ്സിലായോ? നമ്മളൊരു വലിയ കല്യാണത്തിന് നമ്മൾ ചെല്ലുന്ന ഉടനെ നമ്മളവിടെ എല്ലാ സൗകര്യങ്ങളും ഒക്കെ എല്ലാം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കുക, ഈ സോഡ പൊട്ടിക്കാനുള്ള ഓപ്പണർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരെന്നാ പറയും? അത് ഒരു കാര്യമായിട്ട് അതുപോലെയാണ് കർത്താവ് പറയുന്നത്. ഇതൊക്കെ നിനക്കൊന്നും അറിവില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെല്ലാം ചോദിക്കുന്നത്. ഇതിനപ്പുറത്തേക്കാണ് സ്വർഗം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും എന്ന് പറഞ്ഞില്ലേ, നമ്മൾ എൻ്റെ ഫാദർ മരിച്ചിട്ട് 6 വർഷം ആകാൻ പോകുന്നു. അപ്പോൾ എൻ്റെ പ്രത്യാശ എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഫാദറിനെയും ഞാൻ കർത്താവിൻ്റെ 2ാമത്തെ വരവെങ്കിൽ ദേഹത്തിൽ തന്നെ കർത്താവിനെ എതിരേൽക്കാനായിട്ട് കാണപ്പെടുമ്പോൾ ഞാനും ഒരുമിച്ച് ഹല്ലേലൂയ പാടുമെന്നുള്ള പ്രത്യാശയോട് ജീവിക്കുക നമ്മൾ. അപ്പോൾ ആ സമയത്ത് നമ്മൾ മറ്റ് കാര്യങ്ങളെ പറ്റിയല്ല, കർത്താവിനെ പോലെ കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ ദൂതന്മാരെ പോലെ തന്നെ ആയിത്തീരുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ് പറഞ്ഞത്. അതിനേക്കാൾ താഴ്ന്ന ഒരു അനുഭവം നമുക്കില്ല എന്നുള്ളതാണ്. ഈ പ്രത്യാശ ഇല്ലാത്ത ആളുകളാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അവർ പറഞ്ഞു, ഇവിടെ ഞങ്ങളുടെ അടിമയായിട്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നു, അവിടെ ചെല്ലുമ്പോഴും അത് നടക്കുമോ? അങ്ങനെയാണെങ്കിൽ വേറൊരു ചോദ്യം ഉള്ളത്, ഇവിടെ 10 കല്യാണം കഴിച്ച ഒരുത്തന്നെ അവിടെ ചെല്ലുമ്പോൾ രക്ഷപ്പെട്ടില്ലേ? അവിടെ ചെല്ലുമ്പോൾ 10 പെണ്ണുങ്ങളെ അവിടെ കിട്ടും. ഈ ചോദ്യം എന്തായാലും ഭാഗ്യത്തിനമാർ ചോദിച്ചില്ല. അതോടെ ചോദിച്ചായിരുന്നെങ്കിൽ അതിന് വേറെ ഉത്തരം പറയേണ്ടി വന്നതിന്. തൽക്കാലം ഏതായാലും ഇങ്ങനെയാണ് ചോദിച്ചത്. അപ്പം ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരാം. ഒരു ദിവസം ഞാൻ സ്വർഗത്തിൽ ചെല്ലുന്ന ഉടനെ അവിടെ പത്രോസ് കാണുമോ, അവിടെ പൗലോസിനെ പോലെ ആകാൻ പറ്റുമോ? ഇതൊന്നും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ തന്നെ ആകുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ശ്രദ്ധിക്കണം. ആ വാചകം അടിവരയിട്ട് നിങ്ങൾ വീട്ടിൽ ചെന്നാലും ഒന്ന് ശ്രദ്ധിച്ചോണം. 22-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം ആണ് ഇങ്ങനെ പറയുന്നത്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവമാണ്, മരിച്ചവരുടെ ദൈവമല്ല.
ശ്രദ്ധിക്കണം. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ഒന്നും മരിച്ചിട്ടില്ലെന്നാണ്. ഞാൻ അബ്രഹാമിന്റെ ദൈവമാണ്, ഇസഹാക്കിന്റെ ദൈവമാണ്, യാക്കോബിന്റെ ദൈവമാണ്. ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോകുന്ന നിങ്ങൾ പറയുന്ന അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ദൈവദൂതന്മാരെ പോലെ അവിടെ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അവിടെ നമ്മളെ സംബന്ധിച്ചോളം കർത്താവിൽ മരണത്തോടുകൂടി കർത്താവിൽ മറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഈ മറവുകളെല്ലാം പറഞ്ഞു. ഞാൻ സാധാരണ പറയാറുള്ളതാണ്, നമ്മൾ സാധാരണഗതിയിൽ ഒരു സാധനം നമ്മൾ മറയ്ക്കുകയാണ്. ഇപ്പൊ എൻ്റെ കൈ മറച്ചിരിക്കുകയാണ് ഞാൻ. ഇതാണ് കർത്താവെങ്കിൽ, കർത്താവ് വരുമ്പോൾ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ ഇതും പ്രത്യക്ഷപ്പെടും. അത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. എല്ലാവരും നമുക്ക് കാണാനായിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമാണ്, മരിച്ചവരുടെ ദൈവമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ. അതുകൊണ്ടാണ് പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിക്കയില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം അതാണ്. മരിക്കയില്ല, മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. അതുകൊണ്ട് പുനരുത്ഥാനത്തെ സംബന്ധിച്ച് നല്ല വ്യക്തത നമുക്കുണ്ടാവണം. മരണത്തിനപ്പുറമായ നിത്യതയെ പറ്റിയുള്ള വ്യക്തത നമുക്കുണ്ടാവണം. മരണത്തിനപ്പുറമായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നതായ എന്താണ് പറയുന്നത്, ആത്മീക ശരീരം. പറയാമോ? നമുക്ക് ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരമുണ്ട്. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ വേർക്കപ്പെടുന്നു. മനസ്സിലായി? അപ്പൊ നമ്മുടെ ഈ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ള ശരീരമേ അല്ല ഉയർത്തെഴുന്നേക്കാനായിട്ട് പോകുന്നത്. ദൈവദൂതന്മാരുടെ ശരീരം എങ്ങനെയാണോ അതുപോലെയാണ്. അത്രേ ഉള്ളൂ വ്യത്യാസം, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടെ ലോകത്തിലായിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഉണ്ടാവുന്ന ഈ വാദവും പിത്തവും ഒത്തിരി പ്രശ്നങ്ങളുമായിട്ടൊക്കെയാണ്. ചില ആളുകൾ നമുക്കറിയാം വലിയ പ്രയാസപ്പെട്ടായിരിക്കും പോകുന്നത്. അപ്പൊ അന്നേരം നമ്മൾ വിചാരിക്കോടാ, ഈ ശരീരം ഇനി ഉയർത്തെഴുന്നേറ്റിട്ട് എണ്ണ എടുക്കാനാണെന്ന് നമുക്ക് തോന്നിയിട്ടില്ലേ? അതുപോലെ ശുഷ്കിച്ച രൂപമായിട്ടില്ലേ ഈ ശരീരം? ദൈവദൂതന്മാരെ പോലെ ആവുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ ഈ ഭൂമി കാണുന്ന ഈ ക്ഷീണിച്ച ഈ വാദവും ഒക്കെ ഉള്ള, അല്ലെങ്കിൽ ഈ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ള, അങ്ങനെയൊക്കെ ഉള്ള ശ്വാസമുട്ടലും പിന്നെ ശ്വാസതടസ്സവും ഒക്കെ ഉള്ള ഒന്നുമല്ല. നമുക്ക് ദൈവദൂതന്മാരെ പോലെ നമ്മളാവുമെന്നാണ്. ആ ഒരു പ്രത്യാശയോടുകൂടി നമുക്ക് കർത്താവിൻ്റെ ക്രൂശിനെ എതിരേൽക്കാനായിട്ട് സാധിക്കുക. പ്രത്യാശയില്ലാത്തവരെ പോലെ ആവരുത് എന്നാണ് പറയുന്നത്. പ്രത്യാശയോടുകൂടി, അതായത് കർത്താവിൻ്റെ സന്നിധിയിൽ കാണാം എന്നുള്ള പ്രത്യാശയോടുകൂടി ജീവിക്കണം. 3 കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു. ഒന്ന്, ഞാൻ എന്ത് അധികാരം കൊണ്ടാണെന്ന് പറയാം, പക്ഷെ നിങ്ങൾ വാക്കിൽ ആളുകളെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ്, അത് ശരിയല്ല. 2, ദൈവത്തിന് നിന്റെ പണമല്ല വേണ്ടത്, ദൈവത്തിന് നിന്റെ ഭൗതിക സാഹചര്യങ്ങളുമല്ല വേണ്ടത്. സ്വരൂപം മേലെടുത്തും നിന്റെ മേളിലുള്ള സ്വരൂപം മേലെടുത്തും ദൈവത്തിൻ്റെ ആണ്, നിന്നെയാണ് ദൈവത്തിന് വേണ്ടത്. 3, പുനരുത്ഥാനത്തെ സംബന്ധിച്ച്, മരണത്തിന് ശേഷമുള്ള നിത്യതയെ സംബന്ധിച്ച് നീ ചീപ്പായിട്ട് സംസാരിക്കരുത്. ദൈവദൂതന്മാരെ പോലെ ആകാൻ പോകുന്ന ശരീരം ലഭിക്കാൻ പോകുന്ന പ്രത്യാശയോടുകൂടി നിങ്ങൾ നിൽക്കണം. ഈ 3 കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെയും പ്രത്യാശയോടുകൂടി ദൈവസന്നിധിയിൽ ക്രൂശിൻ്റെ നമ്മൾ ധ്യാനിക്കുന്ന ദിവസങ്ങളിൽ കഷ്ടാനുഭവ ആഴ്ചയിലെ പ്രത്യാശയോടുകൂടി കർത്താവിനെ നമുക്ക് എതിരേൽക്കാം, കർത്താവിൻ്റെ ക്രൂശിനെ നമുക്ക് എതിരേൽക്കാം. റഷ്യയിലെ ഒരു സ്റ്റാലിൻ്റെ ഭരണത്തിൻ്റെ സമയത്താണ് ഒരു വൃദ്ധയായിട്ടുള്ളൊരു അമ്മയാണ്. ആ അമ്മ ക്രൂശിനെ ഇങ്ങനെ ചുംബിക്കുകയാണ്. സ്റ്റാലിൻ്റെ ഭരണസമയത്താണ്, ക്രൂശിനെ ഇങ്ങനെ ചുംബിക്കുകയാണ്. അപ്പോൾ അന്നേരം ഒരു പട്ടാളക്കാരൻ അവരോട് ചോദിക്കുന്നുണ്ട്, അമ്മേ, നിങ്ങൾ ഈ ക്രൂശിനെ എന്ത് സ്നേഹത്തോടാണ് ചുംബിക്കുന്നത്? ഇതുപോലെ സ്റ്റാലിനെ അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാവിനെ, ആ പടത്തെ നിങ്ങൾക്ക് ചുംബിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ ചുംബിക്കാമോ? അന്നേരം അമ്മ പറഞ്ഞിട്ട് വാചകമുണ്ട്. അമ്മ പറഞ്ഞു, ചുംബിക്കാം. എനിക്ക് വേണ്ടി അവൻ ക്രൂശിക്കപ്പെടുമെങ്കിൽ, എനിക്ക് വേണ്ടി അവൻ മരിക്കുമെങ്കിൽ ഞാനത് ചുംബിക്കുമെന്ന് പറഞ്ഞു. അല്ലാത്തതിനൊന്നും ഞാൻ ചുംബിക്കത്തില്ല. മനസ്സിലായോ? എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്തിരിക്കും, ഞാനത് ചുംബിച്ചിരിക്കും. ആ സ്നേഹത്തിന് മുന്നിൽ ഞാൻ എൻ്റെ തന്നെ പറയാം, മരണം എനിക്ക് പ്രശ്നമല്ല എന്നാണ് അമ്മ പറഞ്ഞത്. നിങ്ങൾ കൊല്ലുമായിരിക്കും, കൊന്നു, പക്ഷേ ക്രൂശിനെ ഞാൻ സ്നേഹിക്കും, ക്രൂശിനെ ഞാൻ ആരാധിക്കും, ക്രൂശിനെ ഞാൻ ചുംബിക്കും. കാരണം എനിക്ക് വേണ്ടിയാണ് ഈ ക്രൂശിൽ അവൻ മരിച്ചത്. ആ പ്രത്യാശയോടുകൂടി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ജോൺ സാർ ഒരു വാക്കിൽ പ്രാർത്ഥിച്ചു.
ും
നിന്റെ മനോഗുണമതിനാലേ എനിക്ക് മനോഗുണമരുളുക നീ. വെളിവിൻ വെളുതിയാകുന്നു, വെളിയിൽ തന്നെ പാർക്കുന്നു. വെളിയുടെ സുതരായവരും നിന്നെ തന്നെ നമിക്കുന്നു. കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി, നിനക്ക് സ്തുതി. ആയിരങ്ങളിന്മേൽ ആയിരമായി അളവുകൂടാതെ നിനക്ക് സ്തുതി. നാളെ വൈകിട്ട് 6:30